ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഇൻസൾട്ടഡ് എന്ന ഡോസ്റ്റോവസ്കിയുടെ അതിപ്രസിദ്ധമായ നോവലാണ് നിന്ദിതരും പീഡിതരും എന്ന പേരിൽ ശ്രീ N.K. ദാമോദരൻ വിവർത്തനം ചെയ്തിട്ടുള്ളത്. വിശ്വസാഹിത്യത്തിലെ ഈടുറ്റ രചനകൾ മലയാളികൾക്ക് സുപരിചിതമാക്കിയ ശ്രീ N.K. ദാമോദരൻ്റെ വിവർത്തന ശൈലി പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. സാഹിത്യപ്രവർത്തക സഹകരണ സംഘമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആദ്യ പ്രസിദ്ധീകരണം 1957 തുടർന്ന് 2023 2025 പുനഃപ്രസിദ്ധീകരണം നടന്നിട്ടുണ്ട്. 416 പേജുള്ള ഈ കൃതിക്ക് 550 രൂപയാണ് വില. വാനിയ എന്ന സാഹിത്യകാരൻ്റെ ആത്മാവിഷ്കാരത്തിലൂടെയാണ് നിന്ദിതരും പീഡിതരും എന്ന നോവൽ കടന്നു പോകുന്നത്. ജെർമി സ്മിത്ത് എന്ന വൃദ്ധൻ്റെയും അദ്ദേഹത്തിൻ്റെ നായ അസോർക്കയുടെയും മരണാനന്തരം അവരെ അന്വേഷിച്ചെത്തുന്ന എലീന എന്ന ഒരു 13-കാരിയുടെ ദുരിത ജീവിതം ഈ നോവലിൽ വരച്ചു വയ്ക്കുന്നു. പീഡാനുഭവങ്ങളിൽ നിന്നും പീഡാനുഭവങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന അവളുടെ ജീവിതം വായനക്കാരൻ്റെ കണ്ണ് നനയിക്കുക തന്നെ ചെയ്യും. വാനിയയെ എടുത്തു വളർത്തുന്ന നിക്കോളോ സെർജീവിച്ച്, അന്ന ആന്ദ്രിയന എന്നീ വൃദ്ധ ദമ്പതികളുടെ മകൾ നടാശയുടെ പ്രണയവും പ്രണയ നൈരാശ്യവുമാണ് നോവലിലെ മറ്റൊരു പരാമർശം. കുടിലതന്ത്രക്കാരനായ പണമോഹിയായ പ്രിൻസ് വാൽക്കോസ്കിയുടെ മകൻ അല്യോഷയുമായി നടാശ പ്രണയത്തിലാവുന്നു. തൻ്റെ മാതാപിതാക്കളെപ്പോലും ഉപേക്ഷിച്ചു പോകുന്ന നടാശയ്ക്കാകട്ടെ ആ പ്രണയബന്ധം സാഫല്യമാക്കാൻ കഴിഞ്ഞതുമില്ല. ബാലചാബല്യങ്ങൾ വിട്ടുമാറാത്ത നിഷ്കളങ്കനായ ആ യുവാവിനെ പണക്കാരിയും സുന്ദരിയുമായ കാത്യ എന്ന യുവതിയുമായി തന്ത്രപൂർവം അടുപ്പിക്കുകയാണ് പ്രിൻസ് വാൽക്കോസ്കി. കാത്യയോടുള്ള സ്നേഹത്തേക്കാൾ നടാശയോടുള്ള സ്നേഹം അലോഷ്യയ്ക്കുണ്ടെങ്കിലും സാഹചര്യവും സമ്മർദ്ദവും അയാളെ കാത്യയോടുള്ള ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നു. സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്ത അല്യോഷ കാത്യയോടൊപ്പം മോസ്കോയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നടാശയും അല്യോഷയും തമ്മിലുള്ള വേർപാടിൻ്റെ അവസാന രംഗം അത്യന്തം ദുഃഖകരം തന്നെ. പ്രിൻസിൻ്റെ നിന്ദാവചനങ്ങളും വിരഹവും കൂടി നടാശയെ ഭഗ്നഹൃദയയാക്കുന്നു. നിന്ദിക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും നിന്ദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന നോവലിസ്റ്റ് ഇവിടെ സമർത്ഥിക്കുന്നു. മകൾ നഷ്ടപ്പെട്ട് അതീവ ദുഃഖിതരായ ഇച്ച്മിനീവ് ദമ്പതികൾ നിക്കോളെ സെർജീവിച്ചും അന്ന ആന്ദ്രിയണയും എലീന എന്ന നെല്ലിയെ വളർത്തുമകളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാനിയോടുള്ള ഇഷ്ടം കാരണം എലീന തൻ്റെ അമ്മ മാത്രം വിളിക്കുന്ന നെല്ലി എന്ന പേര് വാനിയയോട് വിളിക്കാൻ ആവശ്യപ്പെടുന്നു. അവസാനം നെല്ലി നിക്കോളെ ആന്ദ്രിയണ ദമ്പതികളുടെ അടുത്ത് എത്തുന്നുണ്ടെങ്കിലും അവൾക്ക് അതികഠിനമായ രോഗമുണ്ടെന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. അവളുടെ ആസന്നമായ മരണത്തെയും ഡോക്ടർ പ്രവചിക്കുന്നുണ്ട്. നടാശയാകട്ടെ തൻ്റെ മാതാപിതാക്കളെ തന്നെ അഭയം പ്രാപിക്കുന്നു. വാനിയയുടെ സുഹൃത്തായ മസ്ലോബേവിലൂടെ നെല്ലിയുടെ ജന്മരഹസ്യം അനാവരണം ചെയ്യുന്നു. ധനമോഹിയായ പ്രിൻസിൻ്റെ ഔരസപുത്രിയാണ് നെല്ലി എന്ന സത്യം മനസ്സിലാക്കുന്നു. എന്നാൽ ഇക്കാര്യം അമ്മ മരിക്കുന്നതിന് മുമ്പ് നെല്ലിയോട് പറഞ്ഞിട്ടുണ്ട്. താൻ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്ന അമ്മ പ്രിൻസിന് എഴുതിയ അവസാനത്തെ കത്ത് നെല്ലി മരണസമയത്ത് വാനിയയ്ക്ക് കൈമാറുന്നു. സ്വന്തം പിതാവിനെ ഞാൻ അയാളെ ശപിക്കുന്നു എന്ന് പറഞ്ഞ് മരണമടയുന്ന ഒരു കുട്ടിയുടെ പീഡാനുഭവങ്ങളാണ് ഈ നോവലെന്ന് പറയാം. പ്രേമാർദ്രമായ ഒരു മനസ്സിൻ്റെ വികാരങ്ങളും വിങ്ങലുകളും അതിമനോഹരമായി അവതരിപ്പിക്കുന്ന അപൂർവം സൃഷ്ടികളിൽ ഒന്നാണ് നിന്ദിതരും പീഡിതരും. മാതാപിതാക്കളുടെ സ്നേഹബന്ധം, പ്രണയത്തിൻ്റെ അന്തസ്സാരശൂന്യത, വേദനിക്കുന്നവർ വീണ്ടും വീണ്ടും വേദനയിലേക്ക് തന്നെ എത്തിപ്പെടുന്ന അവസ്ഥ, സമൂഹത്തിൻ്റെ നിന്ദ മാത്രം ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുന്ന ഹതാശർ, ഇവരുടെ എല്ലാം ജീവിതം ഈ നോവലിലൂടെ ഡോസ്റ്റോവസ്കി അവതരിപ്പിക്കുന്നു. സ്നേഹം കൊണ്ട് മുറിവേറ്റവരുടെയും മുറിവേൽക്കപ്പെടാൻ മാത്രം ആഗ്രഹിക്കുന്നവരുടെയും ജീവിതമാണ് ഈ നോവൽ. നമസ്കാരം.